നമസ്കാരം. ഈ കഴിഞ്ഞ ബജറ്റിന് ശേഷം നികുതിയിൽ കുറെ ഇളവുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധിക പേർക്കും ഇപ്പോഴും സംശയങ്ങളാണ്. ധനമന്ത്രി യൂണിയൻ ബജറ്റ് 2025 കൊണ്ടുവന്ന മാറ്റങ്ങൾ മൂലം പുതിയ നികുതി റെജീം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് 12 ലക്ഷം വരെയും ശമ്പള വരുമാനക്കാർക്ക് 12.75 ലക്ഷം വരെയും നികുതി നൽകേണ്ടതില്ല. ഈ മാറ്റം നികുതിദായകർക്ക് ഗണ്യമായ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും എല്ലാത്തരം വരുമാനത്തിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ലെന്നത് മറക്കരുത്. പ്രത്യേകിച്ച് വ്യത്യസ്തമായ നികുതി നിരക്കുകൾ ബാധകമായ മൂലധന ലാഭങ്ങൾക്ക്. അതായത് ഇത്തരം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തം വരുമാനം 12 ലക്ഷത്തിൽ കുറവാണെങ്കിലും അപ്രതീക്ഷിതമായ നികുതി ബാധ്യതകൾ ഉണ്ടാകാം. മൂലധന ലാഭങ്ങൾ, ഭൂമി, വീട്, ഫ്ലാറ്റ്, ഓഹരികൾ, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ആസ്തികൾ വിൽക്കുന്നതിൽ നിന്നുള്ള ലാഭം. ഇവിടെ നികുതി സാധാരണ വരുമാനങ്ങൾക്കുള്ള നികുതി പോലെയല്ല. ഇവ ഹ്രസ്വകാല മൂലധന ലാഭങ്ങളും ദീർഘകാല മൂലധന ലാഭങ്ങളുമായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ നികുതി നിരക്കുകളും ഹോൾഡിംഗ് കാലയളവുമുണ്ട്. ഹ്രസ്വകാല മൂലധന ലാഭങ്ങൾ എന്നാൽ ഹ്രസ്വ കാലയളവിൽ കൈവശം വച്ചിരിക്കുന്ന ആസ്തികളിലെ ലാഭങ്ങൾ ഹ്രസ്വകാല ലാഭമായി കണക്കാക്കും. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ബാധകമായ ലിസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയറുകളിലും ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ഹ്രസ്വകാല മൂലധന ലാഭത്തിന് 20% നികുതി നിരക്ക്. മറ്റ് ആസ്തികൾക്ക് STCG നിങ്ങളുടെ മൊത്തം വരുമാനത്തിൽ ചേർത്ത് ബാധകമായ സ്ലാബ് നിരക്കുകൾ അനുസരിച്ച് നികുതി നൽകേണ്ടി വരും. ദീർഘകാല മൂലധന ലാഭങ്ങൾ എന്നാൽ ഈ കാലയളവിൽ കൂടുതൽ കൈവശം വച്ചിരിക്കുന്ന ആസ്തികളിലെ ലാഭങ്ങൾ ദീർഘകാല ലാഭമാണെന്ന് കണക്കാക്കുന്നുണ്ട്. 1.25 ലക്ഷത്തിൽ കൂടുതൽ ലാഭമുള്ള ഓഹരി, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ദീർഘകാല നേട്ടത്തിന് ഇൻഡെക്സേഷൻ ആനുകൂല്യമില്ലാതെ 12.50% നികുതി നൽകണം. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ആസ്തികൾക്ക് ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങളോടെ 20% നികുതി. ഇൻഡെക്സേഷൻ ഇല്ലാതെ 12.50% നികുതി ഈടാക്കും. ഉദാഹരണത്തിന് മൊത്തം വരുമാനം 12 ലക്ഷമാണെന്ന് കരുതണം. ഇതിൽ സ്വത്ത് വിൽപ്പനയിൽ നിന്നുള്ള മൂലധന ലാഭം 4 ലക്ഷം, മറ്റു വരുമാനം 8 ലക്ഷം എന്നിങ്ങനെയാണെന്ന് കരുതുക. ഇവിടെ മൊത്തം വരുമാനം 12 ലക്ഷമാണെങ്കിലും ഇതിൽ 4 ലക്ഷം സ്വത്ത് വിൽപ്പനയുടെ ദീർഘകാല ലാഭമാണ്. ഇവിടെ ഇൻഡെക്സേഷൻ അടക്കം 20% നികുതി നൽകണം. മൂലധന ലാഭത്തിന് 80,000, അതായത് 4 ലക്ഷത്തിന്റെ 20% നികുതി ബാധ്യതയുണ്ടാകും. ബാക്കിയുള്ള 8 ലക്ഷം സാധാരണ വരുമാനമായതിനാൽ പുതിയ സ്ലാബുകൾ അനുസരിച്ച് നികുതി മുക്തമാണ്. തൽഫലമായി മൊത്തം വരുമാനം 12 ലക്ഷമാണെങ്കിലും മൂലധന ലാഭം കാരണം നികുതി ബാധ്യതയുണ്ടാകാം. കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 30 വയസ്സിന് താഴെയുള്ളവർക്ക് ശമ്പള വരുമാനത്തിന് പുറമെ ഓഹരിയിലെ ലാഭവും വരുമാനമായി ഉണ്ടാകാം. ഇവിടെ മൊത്തം വരുമാനം 12 ലക്ഷത്തിന് താഴെയാണെങ്കിലും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇവയ്ക്ക് തീർച്ചയായും നികുതി അടയ്ക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപ ദീർഘകാല നേട്ടം ഉണ്ടാകുന്നിരിക്കട്ടെ. 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭം കിഴിച്ച് 75,000 12.50% നികുതി അടയ്ക്കേണ്ടി വരും. ഇതുപോലെ മൂലധന നേട്ടത്തിന് നികുതി അടയ്ക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വലിയ നികുതി ബാധ്യത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും.